ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു റമദാൻ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. 800 ഗ്രാം ചിക്കൻ, ഇത് ഫില്ലിങ്ങിനുള്ള ചിക്കനാണ്, എല്ലുള്ള ചിക്കനാണ് എടുത്തത്. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 3 ടേബിൾ സ്പൂൺ വെള്ളം. 3 ആയാലും 2 ആയാലും കുഴപ്പമില്ല, ചിക്കനിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ മാത്രം മതി വേവിച്ചെടുക്കാൻ, കൂടുതൽ വിസിൽ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ചൂടാറിയതിന് ശേഷം ഞാൻ ചിക്കൻ എല്ലാം നുള്ളിയെടുത്തു. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻറ്റ് എന്തെല്ലാം നോക്കാം. മൈദമാവ് 1 കപ്പ്, 1/4 കപ്പ് 236 ml ചിക്കൻ, 3 സബോള വലുതാണ് എടുത്തിട്ടുള്ളത്, 3 പച്ചമുളക് ചെറുത് ആയി കട്ട് ചെയ്തത്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 കപ്പ് മല്ലിയില, കറിവേപ്പില 1 തണ്ട്, 5 മുട്ട. 5 മുട്ട, ഞാൻ 4 എണ്ണം അതിൽ കാണിച്ചത്, അതിൽ 5 എണ്ണം എനിക്ക് ആവശ്യം വന്നു. ഇനി ഫില്ലിങ്ങിനുള്ള മസാല റെഡിയാക്കാം. പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച സബോള, പച്ചമുളക്, ഉപ്പ് ഇട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്തി കൊടുക്കാം. അതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടി. കൂടുതൽ സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിവ് നിങ്ങൾക്ക് എത്രയും വേണ്ട വെച്ചാൽ അതിനനുസരിച്ചിട്ട് എരിവ് കുറക്കും കൂട്ടും ചെയ്യാം. ഇനി അത് പച്ചമണം പോണ വരക്കും ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ പച്ചമണം എല്ലാം പോയി. ഇനി അതിലോട്ട് കറിവേപ്പില, മല്ലിയില ഇട്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ ടൈമിൽ ഉപ്പുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. എനിക്ക് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിലോട്ട് ചിക്കൻ ചേർത്തി കൊടുക്കുക. ഇത് നുള്ളിയെടുത്തതാണ് ചിക്കനോള്. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നുള്ളി എടുത്താൽ ഒന്ന് കടിക്കാനേ ഒന്ന് കിട്ടും, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ചിക്കൻ ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് ചെറുതായിട്ട് വരണം. ഇപ്പോൾ ഡ്രൈ ആയി വന്നു. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ടിട്ട് ഒന്നുകൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ നമുക്ക് കിട്ടും. ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ മസാല റെഡിയായി. ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ, അതിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് സെയിം പാലട ഉണ്ടാക്കുന്ന സെയിം മെത്തേഡാണ് ഉള്ളത്. അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ദോശക്കുള്ള മാവ് തയ്യാറാക്കാൻ. കൂടുതൽ കട്ടിയും വേണ്ട ലൂസും വേണ്ട, ഒരു മീഡിയം പാകത്തിന്. ഇപ്പോൾ റെഡിയായി ദോശക്കുള്ള മാവ്. ഇനി ഒരു ബൗളിലോട്ട് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് ദോശ ഓരോന്നും ചുട്ടെടുക്കാം. പാലട ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കും. ഇതിൽ നെയ്യിൻ്റെ എണ്ണൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇനി മറിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഒന്ന് വേവിച്ചിട്ട് ഒന്ന് ചെറിയൊരു മുരിവ് വന്നോട്ടെ. എന്നിട്ട് ഓരോന്നും ഒന്ന് ചുട്ടിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഓരോന്നായിട്ട് എല്ലാതും ഞാൻ ചുട്ടെടുത്തു. എനിക്കൊരു 7 ദോശ കിട്ടി. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് തയ്യാറാക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുക. 4 സൈഡും ഒന്ന് തടവി കൊടുക്കണം, അപ്പോൾ എളുപ്പം വിട്ട് വരും. ഇനി ഓരോ ദോശയും മുട്ടയുടെ ബാറ്ററിലോട്ട് മുക്കിയിട്ട് അതിലോട്ട് പാനിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മസാലയും ഇട്ട് കൊടുക്കുക. വീണ്ടും അതുപോലെ
മുട്ടയിലോട്ട് മുക്കിയിട്ട് ദോശ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാം പാനിലോട്ട്. വീണ്ടും മസാല. അങ്ങനെ ലെയറായിട്ട് ചെയ്യാം. എത്രത്തോളം നമുക്ക് കട്ടി വേണം അനുസരിച്ചിട്ട് നമുക്ക് ഇത് ആക്കി കൊടുക്കാം. ഞാൻ 4 ലെയറാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. എൻ്റെ പാത്രം കുറച്ച് വലുതായിരുന്നു. ചെറുതാണെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ നമുക്ക് കട്ടി കിട്ടിയുമായിരുന്നു. ബാക്കി വന്ന മുട്ടയുടെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 4 സൈഡിലും ഒഴിച്ചു കൊടുത്താൽ 4 സൈഡും ഒന്ന് ഒട്ടിട്ട് വരും. ബാക്കി മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വേണം ഈ പാത്രം വെച്ച് കൊടുക്കാൻ. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് ഞാനൊന്ന് വേവിച്ചെടുത്തു. ഇപ്പോൾ ഒരു സൈഡ് വെന്തു. വേറൊരു പാനിലോട്ട് മാറ്റിയെടുത്തു. ഇപ്പൊ 2 സൈഡും ഒന്ന് മുരിഞ്ഞു വന്നു. ഇപ്പൊ നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റിയെടുത്തു. ഇപ്പൊ അടിപൊളി ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി. പണ്ട് കാലങ്ങളിലെല്ലാം പുതിയാപ്പിളമാര് വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കും. ഒരു സ്പെഷ്യൽ പത്തിരി ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സ്വാദിഷ്ടമായ പത്തിരിയാണ്. ചിലർ ഇത് പരത്തിട്ട് എടുക്കും, ചപ്പാത്തി പരത്തണ മാതിരി. ഇത് പാലട ഉണ്ടാക്കുന്ന മാതിരിയാണ് ഞാൻ ചെയ്തത്. ടേസ്റ്റിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.